നാക്കെടുത്ത് എന്റെ നേരം വളച്ചോണ്ടല്ലോ എന്റെ നെഞ്ചത്ത് കയറി ഞാൻ ചീടിറക്കും. ചേച്ചിയെ കാണാതറിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ 40 കൊല്ലം അപ്പനൊന്ന് ചിരിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. സാറിനറിയൂ, മരണം എന്ന് പറഞ്ഞാൽ അതൊരുറപ്പാണ്. അതിനെ കഴിഞ്ഞ് വലിയ വേദന കാത്തിരി. സാറിനറിയൂ, മരണം എന്ന് പറഞ്ഞാൽ അതൊരുറപ്പാണ്. അതിനെ കഴിഞ്ഞ് सोचा पड़ गया है इतनी सारी लड़कियां रखी हैं जो फोटो, और उसको क्यों छोड़ दिया उसने? नहीं, मिसिंग केस था जो वही निकले। हर चीज़ जांच पड़ताल करनी पड़ती है ना। बंद कर रहे हो, देखो फिर से खोल रहा उस रजिस्टर को जिसको उन्होंने छोड़ा होगा वही रखी है। ഈ പെൺകുട്ടിയെ കാണാതായെന്ന് പറയുന്ന കേസിൽ പെൺകുട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ भाग गई थी। पता करेगा उसके बारे में। 83-85 കാലത്തെ ക്രൈം മെമ്മോ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ തൃശ്ശൂർ നഗര സ്റ്റേഷൻ അയച്ച രജിസ്റ്ററിൽ ഒരു മിസ്സിംഗ് കേസിന്റെ മെമ്മോ ഉണ്ട്. അതേ പെൺകുട്ടിയെ തന്നെ പ്രതിയാക്കിയാണ് കേസ്. വിശ്വാസവഞ്ചനയും തട്ടിപ്പൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാ പിന്നെ കൈയോടെ നോക്കിയേക്കാം. ചന്ദ്രപ്പൻ എന്നയാള് കൊടുത്ത കേസാ. പക്ഷെ എഫ്ഐആറിലെ ഡീറ്റെയിൽസ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. പെൺകുട്ടി മുങ്ങിയാലും അതൊരു തിരോധാനമാണല്ലോ ജോൺ സാറേ. അതെ സാർ. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. തിരികെ പോയി ഏതോ സിനിമാ സംഘടനയെന്നാ ഫെഫ്കെ എന്നെന്തോ മറ്റോ. അന്ന് അതിലെന്തോ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാവുകയും സംഘടനയിൽ നിന്നൊരു രജിസ്റ്റേർഡ് കത്തയക്കുകയും ചെയ്തു. അത് വേറൊന്നുമല്ല, സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷെ ഒരു കുപ്പിയും വാങ്ങി അങ്ങ് പോയാൽ മതി, അല്ലാതെ പോലീസാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അഡ്രസ്സ് ഞാൻ അയച്ചേക്കാം. ശരി. എന്താ ചന്ദ്രപ്പനല്ലേ? ഞാൻ കൊടുത്തോണ്ടിരുന്ന പിള്ളേരെ കൊണ്ടാ പപ്പേട്ടനും ഭരതേട്ടനും ശശി സാറും ഒക്കെ സ്ക്രീൻ നിറച്ചോണ്ടിരുന്നത്. എനിക്കൊരു ഓർമ്മക്കുറവില്ല സാറേ. എനിക്കിട്ട് പണിത് ആരെയും ഞാൻ മറക്കത്തില്ല. എല്ലാം ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട്. अभी शुरू हो गया। എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറേ. ഒരു ആ സമയത്ത് ഭരതേട്ടൻ്റെ കാതോട് കാതോരത്തിൻ്റെ ഷൂട്ടിങ് അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത്. आर्टिस्ट बनने आई थी वो लड़की. 10-30 പെൺപിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് പോയി. अच्छा, ये लड़की थी वो. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവള് മുങ്ങി. എവളില്ലാത്തോണ്ട് ഷൂട്ടിംഗ് മുടങ്ങി. ഭരതേട്ട ഇനി എന്നെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. ഫലം കിട്ടാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കാൻ കൺട്രോളർ പറഞ്ഞു. അങ്ങനെ ഞാൻ ചാലക്കുടി സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു. ഒരുപാട് കാലം ഞാൻ സിനിമയിലൊക്കെ തിരഞ്ഞു സാറേ. എവിടെയെങ്കിലും വെച്ച് കണ്ടെങ്കിലും പറയാൻ കണ്ടില്ല. कुछ हो गया उस लड़की को फिर. उसी को तो मारा शायद उन्होंने. अरे ചേട്ടാ, ആ കുട്ടിയുടെ നാടോ വീടോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? बताएं नहीं जानता. पिछले हफ्ते देखा था. കഴിഞ്ഞ ആഴ്ച. अभी कह रहा मैंने देखा नहीं बहुत टाइम से. ആ പാട്ടിലെ ഒരു ഷോട്ടിൽ അവൾ अच्छा, गाने में. ഏത് പാട്ടില്? ഓ ഇസിയുടെ പുറകിൽ ഇത്
चलिए कौन? अब बताएंगे. ये थी सो कांगरी ഉള്ള റോളാണോ? ഡയലോഗില്ല, പക്ഷെ പാട്ടിന്റെ ക്ലോസിൽ വരും, പാടി അഭിനയിക്കാം, അതും മമ്മൂട്ടിക്കൊപ്പം. പോരെ ഇറങ്ങി തിരിച്ചവരാ. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. സിനിമയിൽ ഒരിക്കൽ മുഖം കാണിച്ചാൽ മതി. नन का रोल है. നോക്കിക്കോ. ആ വരി. ये कौन है बैठा हुआ? डायरेक्टर हो. नन की ड्रेस दे रहे सबको. सारे आर्टिस्ट हैं, कोई बच्चे हैं, कोई बड़े हैं. अच्छा ये है वो. ये अच्छा ഏറ്റവും അടുത്ത് നിന്ന് കാണാതായ പെൺകുട്ടി ഇതാണ് സർ. നമുക്ക് ആ ഇമേജിലെ ശിരോവസ്ത്രമൊക്കെ ഒന്ന് മാറ്റി റീവർക്ക് ചെയ്ത് പുറത്തുവിട്ടാലോ? എല്ലാ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം. പുറത്തു വിട്ടാൽ അറിയാലോ, ആക്ടർ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ദിവസമാണ്. ഒരു നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഇന്ന് സൈബർ സെല്ലിൽ നിന്ന് കിട്ടി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അയാളെ വിളിക്കാൻ മാത്രമേ ആ കിട്ടിയിട്ടുണ്ട്. ഈ സിം കാർഡ്സിൽ കൂടുതലും ആലപ്പുഴ ജില്ലയിലുള്ള അഡ്രസ്സുകളാണ്. സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്ന കട അന്വേഷിച്ച ആളെ കിട്ടും. സർ ओ बना देना उसके. बना दिया, स्केच बना दिया. अच्छा ये भी जूनियर आर्टिस्ट. ഇതാണ് സാറേ ഞാൻ. ये भी जूनियर आर्टिस्ट है. ഇതില് അവളുണ്ടായിരുന്നില്ല, അതെനിക്ക് ഉറപ്പാ. उस बस में थी नहीं वो. इसने क्या हुआ कुछ गड़बड़? क्या ये तो नहीं था वो डायरेक्टर? ये ദാ, ഈ പെണ്ണിനെയാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. घबरा गया. मुझे लग रहा है यही था वो डायरेक्टर शायद. इसने क्या कुछ? वो घबरा गया देखो. देखो बस डर गया. രണ്ടാഴ്ച മുമ്പ് ഇലഞ്ഞിത്തറയിൽ ഒരു കടയിൽ നിന്നാണ് അവൻ ഫോൺ വാങ്ങിച്ചത്. CCTV ഫുട്ടേജ് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്യാം. सजेंद्रन. सेवन आर्ट लिमिटेड. ആദ്യത്തെ പ്രൊഡക്ഷനായിരുന്നു സാർ കാതോട് കാതോട്. നിങ്ങൾ ഈ പറഞ്ഞ പാട്ടിൻ്റെ ലൊക്കേഷൻ പെർമിഷൻ വാങ്ങലും. ചേട്ടാ, അന്ന് അഭിനയിക്കാൻ വന്നവരെ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റും? കമലായിരുന്നെന്ന് ഭരതേട്ടൻ്റെ അസോസിയേറ്റ്. പുള്ളിയോട് നല്ല മെമ്മറി പവറുള്ള മനുഷ്യനായിരുന്നു. പണിക്കരനാണെന്ന് സ്റ്റിൽസ് എടുത്തത്. അതിൻ്റെ ഫോട്ടോസ് വിച്ചു തിരുമല എഴുതിയെന്ന് ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ഉച്ചഭാഷയിൽ നമ്മുടെ अच्छा यूट्यूब पे देख रहे हैं. പ്രണയ മന്ത്രത്തിന് Making. കാതോട് കാതോര, ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നത് പോകണല്ലോ സാറേ. ഇപ്പൊ കിട്ടിയ രേഖയുടെ കാര്യത്തിലാണെങ്കിൽ മോഹൻദാസ് സാറിനൊരു മിനിറ്റ് സംവിധായകനുമായ ബാലു മഹേന്ദ്രയ്ക്കൊപ്പം ഞാൻ ചെയ്ത സിനിമ കാര്യമായിട്ടൊന്നുമില്ല. കാത്തിരുന്നപ്പോൾ ചില ആരാധകർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണം കരുതാൻ. ഇതോട് കൂട്ടിച്ചേ अभी कुछ बोल रहा था वो. हाँ देखो ഒന്ന് കാര്യമായിട്ട് നോക്കൂ. കൊലുസിട്ടൊരു കന്യാസ്ത്രീ എന്റെ അടുത്തേക്ക് നടന്നു വന്നത്. ये बस इसका ध्यान से सारे भी नहीं लगा हुआ. തിരിച്ചു പറയാൻ മറുപടി ഒന്നും. കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എടുക്കാൻ പോകുന്ന സീൻ ചോദിച്ചവൾ എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സാർ എന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടത്തലയിലാക്കിയത് എന്നൊരൊറ്റ ചോദ്യം. अच्छा ये इसके पास आई थी वो शायद. नहीं नहीं नहीं. हाँ സാറാണോ ജോൺ പോൾ? അതെ, സാറാണോ? കന്യാസ്ത്രീ വേഷം അല്പമൊന്നു മാറിയപ്പോൾ ആ പാദസരങ്ങൾ ഒരിക്കൽ കൂടി എന്റെ കണ്ണുകൾക്ക് മുന്നിൽ മിന്നി പറഞ്ഞു. इसने तो नहीं किया कुछ भयंकर.
अच्छा मम्मूटी के पास जा रहा है अभी है ना शायद, नहीं उसी डायरेक्टर के पास जा रहा है डायरेक्टर के पास जा रहा है। क्या डायरेक्टर नहीं, वो कुछ था। जॉन पॉल। तो बुढ़ा हो गया। വിനീഷ് ട്രോളി ഷോട്ട് സിറ്റി. ഓക്കെ ഓക്കെ സാർ. എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള സിനിമയാണ് ഈ. अचानक वायलेंस के ഞാൻ പറഞ്ഞില്ലേ ആ സൈബർ സെൽ ഡെവലപ്പ് ചെയ്ത രേഖയുടെ ഫോട്ടോ ആണ് സർ. അന്ന് ഈ കുട്ടി വരാഞ്ഞതുകൊണ്ട് സെറ്റിൽ കണ്ടിന്യൂറ്റി ഇഷ്യൂ കാരണം വലിയ പ്രശ്നമായിരുന്നു. ക്യാമറ ഏത് അപ്പോൾ സാറിന്റെ പ്രോഗ്രാം കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ഫീലിംഗ്, അത് രേഖയാണെന്ന്. നമുക്ക് കിട്ടിയ സ്കെൽറ്റനിലും ഒരു जॉन पॉल नहीं है। ആയിട്ട് ഇതുപോലൊരു പെൺകുട്ടിയാണ് അങ്കിളുടെ മനസ്സിലുണ്ടായിരുന്നത്. സാറിന് ഈ കുട്ടിയെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? कुछ याद ही नहीं सर, क्या मतलब बताना न चाह रहा हुआ है। താങ്ക് യു. कुछ भी सकता है। ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, ഉണ്ണികളെ ഒരു കഥ പറയുമ്പോൾ എൻ്റെയും ഫേവറേറ്റ് സിനിമ. നല്ല ഫീച്ചേഴ്സ് ഉള്ള കുട്ടിയായിരുന്നു, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫേസും. പണ്ടത്തെ ശാലിനിയുടെ കൂട്ടുകാരിൽ അഭിനയിച്ച മരിച്ചുപോയ ശോഭയില്ലേ, सोचा पड़ गया कौन आ गया। अब भाई ये तो वही वकील है। किसके पास जा रहा है ये? लगता मुझे ऐसे रही है वो इसी आदमी ने किया होगा। नहीं इसका वकील है। ब्लैकमेल कर रहा है इसको। ഇത് ഞാൻ എന്ത് ചെയ്യണം? उसने किया होगा कुछ अच्छा इस तरह से पुलिस को रोक रहा हो। eyes closed. गुंडे भेजेगा क्या वो इसको मार देंगे शायद, जहर पिलाएंगे इसे। कुछ पूछते नहीं रहेंगे उससे। पानी में डुबा के, ओहो नाले में फेंक दिया ताकि उसे शक ना हो। शराबी था ही वो पहले से है। എസ് പി വിളിച്ചിരുന്നു, കേസ് ക്രൈം ബ്രാഞ്ചിന് വിടുവന്നു. നിനക്കിനി സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടാവില്ല. हाँ ऊपर से प्रेशर आ रहा होगा ना। ऐसा यकीन हो गया ये तो कर रहा है ऊपर से, यही आदमी है वो। तेरे मारे उस लड़की को जरूर, मतलब ये भी मिला था वो उनके उसके साथ ना, वही आदमी था राजेंद्र था उसका नाम। ट्रैफिक में लगा दिया उसे। ट्रैफिक में लगा दिया है। ओ रही उसकी गाड़ी। ये देख रहा उसको, देखो समझ गई ये भी। വെള്ളം മുഴുവൻ ശ്വാസവാസത്തിൽ കയറി ശ്വാസം മുട്ടിയതാണ് ചന്ദ്രപ്പന്റെ മരണത്തിന് കാരണം. അയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ശരീരം इसलिए पिलाया मैंने उससे ना। हाथा पे मारा थोड़ा ना उससे। എന്ത് പറയുന്നു സാറിനിപ്പോൾ എന്ത് പറയാനും, എന്നെ ട്രാഫിക്കിലേക്ക് മാറ്റി. കേസ് कौन है? കണ്ടിട്ട് കുറെ ആയല്ലോ. ആ അയ്യോ CBI ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞങ്ങളെ अच्छा क्राइम ब्रांच का है ये आदमी। സെൻട്രൽ ലെവല് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാവില്ലല്ലോ സാറേ. ആളെ മനസ്സിലായില്ലേ? स्केल्टन भी हटवा रहा है वहाँ से वो, ताकि कोई सबूत ही न मिले फिर बाद में ना। കൊള്ളാം. ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പൂക്കളോ വഴിതിരെ കത്തിച്ചു വെക്കായിരുന്നു. എനിക്ക് ആ കൺട്രോൾ സാമ്പിൾ പ്രിസർവേഷൻ രജിസ്റ്റർ ഒന്ന് and use your gloves when you ऐसे कर रहा टच। പന്നിമലത്തൻ ചീട്ടുകളെയൊക്കെ നിർത്തിയോടാ നീ. നിനക്കെന്താടാ ഇവിടെ കാര്യം? अबे क्या रहेगा झगड़ रहा उससे वहाँ, देखो धमकी दे।
धमकी दे रहा है ഷൂസ് നാക്കെടുത്ത് എന്റെ നേരെ വളച്ചോണ്ടല്ലോ എന്റെ നെഞ്ചത്ത് കയറി ഞാൻ ചീടിറക്കും बॉस मेरे तक खुद को कैसे बनता हो लेगे स्केल्टन രേഖയെ പറ്റി വിവരം തന്ന ചന്ദ്രപ്പ നമ്മൾ ഇനി എന്ത് ചെയ്യും സാറ്? നീ എന്ത് വേണേ ചെയ്തു. जो इसके साथ है ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് പറ്റില്ലല്ലോ. നീ എന്നാ सेल्फ वो अभी भी चाहता है कि उसका पता चले കമൽ സാർ. ആ വിവേക്, ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഒന്ന് ദേവദൂതർ പാടി എന്നുള്ള പാട്ടിന്റെ വിഷ്വൽസ് എടുത്തിട്ട് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് കാതോട് കാതോരത്തിന്റെ कौन होगा वो आदमी സാക്ഷാൽ മോഹൻലാൽ പൊട്ടിത്തെറിച്ച യൂട്യൂബ് ചാനൽ കഥയുമായി ചലാता है അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം. പ്രശ്നം ഒരു പ്രശ്നമില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നു. ഈ എപ്പിസോഡ് ഒക്കെ ആണെങ്കിലേ ഒരുത്തനെ വളർത്താനും തളർത്താനും എനിക്കെന്റെ പേന മതി. ഇന്നിപ്പോ പേന കൊണ്ട് ഒരു കാര്യം. ഈ പള്ളാശ്ശേരിയെ കണ്ടാൽ മമ്മൂട്ടിയുടെ വരെ മുട്ടിടിക്കുന്ന ഒരു കാലമാണ്. ഇതുമായിട്ട് കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനിലേക്ക് പോയി.